പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള നില സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസന അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ലക്ഷോപലക്ഷം ജപമാലകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളുടെ യാത്രാ വഴികളെ ആസ്വദിക്കണമേ. അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പം ഈ നിമിഷം അങ്ങ് ദൂരീകരിക്കണമേ. എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത്, ആ മേഖലകളിൽ കർത്താവ് കൊടുങ്കാറ്റടിക്കുമ്പോൾ കാർമേഘം തുരത്തപ്പെടുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ
നിൻ്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കാനായിലെ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അമ്മ, പരിശുദ്ധമ്മ ദേവമാതാവ്, നിൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിൻ്റെ മേലും മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ, നിൻ്റെ ജീവിതം, നിൻ്റെ ജീവിതയാപന മേഖലകൾ, നിൻ്റെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിൻ്റെ ജോലികൾ, അതുപോലെ നിൻ്റെ കാർഷിക ഭൂമികൾ. മഴ മറിച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിമികീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് നിശ്ചയ സമയത്ത് മഴ വരികയും നിശ്ചയ സമയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു കാർഷിക മേഖല അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, നമ്മുടെ നാട്ടിലുള്ളത്. അവരെല്ലാം അവർ കടങ്ങൾ കയറി മുടിഞ്ഞവരുണ്ട്, അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, അവർ വിറ്റുമാറ്റാൻ വെള്ളവും വിലയും വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചുവടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവ് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ, ഉദ്യോഗസ്ഥർ, അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രൊമോഷൻസ്, PR, അവരുടെ പരീക്ഷകൾ, ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ഹെൽഡായി പോകുന്നു. അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, ചിലരുടെ റിപ്ലൈ കിട്ടിയില്ല, ചിലർക്ക് അവർ കത്ത് വിട്ടിട്ടുണ്ട്, അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ളവർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു, പ്രമാണം നടക്കുന്നില്ല, അതുപോലെ പ്രമാണം നടത്തിക്കുന്നില്ല, ഭാഗോടമ്പടി നടക്കുന്നില്ല, ഭാഗോടമ്പടി നടത്തിക്കുന്നില്ല, അങ്ങനെ തടസ്സം നിൽക്കുന്നവർ, ഇങ്ങനെ വിവാഹം നടക്കണില്ല, വിവാഹം നടത്തിക്കണില്ല, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് വിഷയം എന്ന് വെച്ചാൽ യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാരമുദ്ര ചാർത്തിയിരിക്കുന്നതാണ്. അംഗീകാരമുദ്ര എന്ന് പറയുന്നത് സ്വീകാര്യതയാണ്. സ്വീകാര്യത, അംഗീകാരമുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടത്തുള്ളൂ. ഇപ്പം ഈ അംഗീകാരമുദ്ര എങ്ങനെ വന്നാന്നറിയാവാ? ഈ ലേവായ പുസ്തകം 9:2 ഊന മറ്റതെന്നും പറഞ്ഞൊരു പ്രത്യേക വചനമുണ്ട്, നമുക്കത് വായിക്കാം. അവൻ അഹറോനോട് പറഞ്ഞു പാപപരിഹാര ബലിക്കായി ഊന മറ്റൊരു കാളക്കുട്ടിയെയും ദഹന ബലിക്കായി ഊന മറ്റൊരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാല്, കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരരുതെന്നുള്ളതാണ്. കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ലല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ ചില കൊമ്പൊടിഞ്ഞ ആട്, കോങ്കണ്ണുള്ള ആട്, ചട്ടുള്ള ആട്, മുടന്തുള്ള ആട്, അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊനമറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം. അതിനുവേണ്ടി ഇവർ ദേവാലയത്തിൻ്റെ കൗണ്ടറിൽ സീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആടിനെ കൊണ്ടുവന്ന ആടിനെ ഇവർക്ക് ആട് കൊമ്പുണ്ട, കണ്ണുണ്ട, കോങ്കണ്ണുണ്ട, ചട്ടുണ്ട, അതായത് അവിടുത്തെ ആ കൗണ്ടറിൽ അത് പരിശോധിക്കും. നല്ല ലക്ഷണത്തെ ആടാണെങ്കിൽ അവർ ആടിൻ്റെ പുറത്ത് സീൽ ചെയ്യും. അതിന് മാത്രമേ അൾത്താറെ സ്വീകരിക്കത്തുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് കർത്താവ് പറയണത്, പാപപരിഹാര ബലിക്ക് എനിക്ക് അംഗീകാരമുദ്ര ചാർത്തിയിരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് കർത്താവ് ആ കാര്യത്തെ കുറിച്ച് കോൺഷ്യസ് ഉള്ള ആളായിരുന്നു. എന്താണ്? കുരിശിലെ ബലിയെക്കുറിച്ച് നല്ല കോൺഷ്യസ് ആണ്. യോഹന്നാൻ 6:27
പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഇതാ ഈ മുദ്ര, അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നത്. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ ഹോമയാഗങ്ങൾ സംപ്രീതനായില്ലേ നമ്മൾ വായിച്ചില്ലേ. അത് ഊനമറ്റ സംഭവം ആയതുകൊണ്ടും മൃഗബലി ആയതുകൊണ്ടുമാണ്. മൃഗബലി മനുഷ്യൻ ചെയ്ത പാപത്തിന് മൃഗങ്ങൾ എന്ത് പിഴച്ച്, അതാണ് ആ ഒരു ലോജിക്ക്. സങ്കീർത്തനം 46 വായിച്ചേ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അതായത് ലക്ഷണമൊത്ത ആടെന്ന് പറഞ്ഞ ആരാണെന്നറിയാവോ? ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ്. ഇപ്പൊ ദൈവത്തിന്റെ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം. ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ ചില സഹകരണങ്ങളൊക്കെ എടുക്കും, പക്ഷെ പെറുപിറുക്കും. അപ്പൊ അതിന്റെ ലക്ഷണമൊത്ത സ്വഭാവം പോവും, കാര്യം സീൽ കിട്ടത്തില്ല. അതിന് ദൈവത്തിന്റെ കർത്താവ് എന്താ, ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പം ഈ ഇഷ്ടം നിറവേറ്റാളിൻ്റെ മൗലിക വികാരം എന്തായിരിക്കണം? നിരാശയും പിറുപിറുപ്പും അല്ല, സന്തോഷമായിരിക്കണം. അപ്പം ഞാൻ ചില സമയത്ത് ഓട്ടിസമൊക്കെ ബാധിച്ച അമ്മമാർ വരുമ്പോഴേ ഞാൻ അവരോട് പറയും, നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം? കർത്താവിൻ്റെ കുരിശ് മാറ്റപ്പെടാത്ത ഈ യാഥാർത്ഥ്യത്തെ ദൈവസ്നേഹത്തിൽ അക്സെപ്റ്റ് ചെയ്യണം, പിറുപിറുപ്പില്ലാതെ. അപ്പോഴാണ് നമ്മൾ സ്വീകാര്യമാകണത്, മുദ്ര വെക്കണം. അപ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ ദൈവനാമത്തെ ഏറ്റെടുക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് the Lord. Praise the Lord. നമ്മളെല്ലാവരും ഒരു ബോധ്യത്തോടെ ഇരിക്കണം. അമ്മയുടെ മുമ്പിലാണ് ഇരിക്കുന്ന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്, അമ്മയുടെ സ്വന്തം സ്ഥലത്തായി ഇരിക്കുന്നത്. അത് അമ്മയെക്കുറിച്ച് എല്ലാവരും കുറേ കേട്ടിട്ടുള്ള കാര്യം, അമ്മ മധ്യസ്ഥ പ്രാർത്ഥിച്ചിട്ടാണ് ആ വീട്ടിലുള്ള വീഞ്ഞ് തീർന്നു പോയപ്പോഴത്തേക്കും പച്ചവെള്ളത്തിന് അമ്മ വീഞ്ഞാക്കി. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് എപ്പോഴും ഇല്ലായ്മയിലിരുന്ന് എന്തെങ്കിലും ആക്കി തീർക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ ഇല്ലായ്മയുണ്ടോ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ആ കുറവുകളൊക്കെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അമ്മയെ കൊണ്ടേ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പോൾ സ്തുതിച്ചതും പാട്ടുപാടിയതും ഈ കീബോർഡ് ചെയ്തതിൻ്റെ മകനാണ്. പാട്ടുപാടിയത് ക്ലെമൻറ്റ്, ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പ് കൃപാസനം പ്രയർ മിഷൻ കോയമ്പത്തൂറാണ്. കൃപാസനത്തിൻ്റെ കൂടി കോയമ്പത്തൂർ മാത്രമേ ഉള്ളൂ, പ്രയർ മിഷൻ കോയമ്പത്തൂർ. ഇതിലോട്ട് അത് അമ്മ മാതാവ് തന്നെ പച്ചവെള്ളത്തിലിരുന്ന് ആക്കി തീർത്തതാണ്. അത് പച്ചവെള്ളം ഞാനാ, ഒന്നുമില്ലായ്മയിലിരുന്ന് എൻ്റെ മകളാണ് പാടിയത്. ഞങ്ങൾ ഹൈന്ദവ കുടുംബം. ഒരു സ്വർഗസ്നായ പിതാവ് അറിയില്ലായിരുന്നു, നന്മ നിറഞ്ഞ മറിയമ്മ അറിയില്ല, അത് രണ്ടും അറിയില്ല, ഇവരെ ജപമാലയും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അമ്മയുടെ കൂടെ ചേർന്ന് നിന്ന് അമ്മയായിട്ട് അടുപ്പമുണ്ടായാൽ മാത്രം മതി, അമ്മയെ സ്നേഹിച്ചാൽ മാത്രം മതി. അമ്മയെ എങ്ങനെയാണ് സ്നേഹിക്കുക? അമ്മയെ ആശ്രയിച്ച് ജീവിക്കുക. അമ്മയ്ക്ക് എന്താ ഇഷ്ടം? മക്കളെപ്പോഴും അമ്മയെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കുക. എപ്പോഴും എല്ലാ കാര്യത്തിലും സാരിയുടെ തുമ്പത്ത് പിടിച്ച് മക്കൾ നടക്കണം. അതാ സ്നേഹം. അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ തന്നെ എനിക്ക് ചെയ്തത് എനിക്ക് പറ്റില്ല. അതാണ് അതിൻ്റെ മെത്തേഡ്, ഒരു രഹസ്യം അതാണ്. എല്ലാ കാര്യത്തിലും അമ്മയെ ആശ്രയിക്കുക. ചെറിയത് നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല, നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുക, നീ ചെയ്തു അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക്
പണ്ടേ ഒരു സ്വഭാവമുണ്ട്, എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾ ആകെക്കൂടി വീടൊന്നുമില്ല, സ്വന്തം വീടൊന്നുമില്ല. അച്ഛൻ ആർമിയിലായിരുന്നു, റിട്ടയർ ആയപ്പോഴത്തേക്കും ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് കാശെല്ലാം പോയി. ഞാൻ കൊച്ചിൻ കോളേജിൽ പഠിക്കുക. അന്ന് ഫീസൊന്നുമില്ല. ഞങ്ങൾ OBC, ഹൈന്ദവരിൽ OBC ആയതുകൊണ്ട് അതിന് ഫീസില്ല കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ കോളേജിൽ ഇരുന്ന് എനിക്കാകെ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബൈബിളുണ്ട് കയ്യിൽ. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന. അത് വെച്ച് എന്താണെന്ന് വെച്ചാൽ അത് വായിക്കാൻ പറഞ്ഞാൽ അത് വായിച്ചപ്പോഴത്തേക്ക് വായിക്കാൻ തോന്നി. അത് റോമ 10:17 വചനം വായിക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് വിശ്വാസം കിട്ടിയെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ഇങ്ങനെ വായിക്കാം എല്ലാ സമയത്തും. സങ്കടം തോന്നുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കും. വചനം വായിക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ആകെ കൂടി ഇഷ്ടമുള്ള കാര്യം, ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളത്, അവൻ പറയുന്നത് ചെയ്യുക. അപ്പോൾ അവൻ പറയുന്നത് കേൾക്കുന്നത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. അമ്മ സ്വന്തമായി തീരും. അപ്പോൾ എപ്പോഴും നമുക്ക് അമ്മയുടെ സ്വന്തം ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ബൈബിൾ വായിക്കാത്തവർ അത് മനസ്സുകൊണ്ട് ദാഹത്തോടെ ബൈബിൾ അങ്ങോട്ട് വായിക്കുക ആദ്യം. എനിക്ക് ആഗ്രഹമുണ്ട്, അവൻ പറയുന്നത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല അമ്മ, അത് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ വായിക്കാം, കേൾക്കാൻ എനിക്ക് പറ്റും. ഞാൻ ശ്രമിച്ചു നോക്കാം. അമ്മ പറയണതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. വചനം പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16. അതുപോലെ തന്നെ ഇന്നൊരെണ്ണം ശക്തിയുണ്ട്. 1 കൊരിന്ത്യർ 1:18. കുരിശും ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കുരിശും ഒന്നാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പുറയിൽ വരണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കുരിശ് എടുത്തിട്ട് കൂടെ വരിക, വചനം പാലിച്ചുകൊണ്ട് കൂടെ വരിക. വചനം പാലിക്കുമ്പോൾ നമുക്ക് കുറേ സഹനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ദൈവസ്നേഹമായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയണ ഒരുത്തൻ ഒരു കർണത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുന്ന പറയുമ്പോഴത്തേക്കും അത് വചനം പാലിക്കുമ്പോഴത്തേക്കും അത് കുരിശാണ്. അതേപോലെ അമ്മയമ്മയെ ക്ഷമിക്കാനും മരുമക്കളെ ക്ഷമിക്കാനും നിന്നെ പേടിക്കണവരെ നീ ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. റോമ 12:14 വചനം പറയുക, നിന്നെ പേടിപ്പിക്കണവരെ നീ അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതും കുരിശാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതെല്ലാം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. നമ്മൾ കുരിശ് ഈശോയ്ക്ക് വേണ്ടി എടുക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം ഈ ലോകത്തിലേക്ക് വചനത്തെ കൊണ്ടുവന്നത് തന്നെ ആരാണ്? അമ്മ മാതാവാണ്. ഈശോയാണ് വചനം. ഈശോനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് അമ്മ മാതാവാണ്. വചനത്തെ സ്നേഹിക്കണവരെ അമ്മ സ്നേഹിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ കാര്യമൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് അമ്മയുടെ സ്വന്തമായി തീരണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ബൈബിൾ വയ്ക്കുക. എന്ത് വില കൊടുത്താലും ഒരു ബൈബിൾ വാങ്ങിക്കുക. 10-100 രൂപ. ഞങ്ങളിവിടെ ബൈബിള് കുറേ കൊടുക്കാറുണ്ട്. ബൈബിൾ ഇല്ലാത്തവർ മാത്രമേ എന്നോട് വന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീർന്നിട്ടുണ്ട്, എനിക്ക് പേര് കൊടുത്തിട്ട് പോയാൽ ഞാൻ തരാം. വാങ്ങിക്കാൻ കഴിവില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വന്തമായി തീരും. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് ഈ വചനം വായിച്ചുകൊണ്ടിരിക്കണവരെയും
അമ്മയെ ആശ്രയിച്ച് ജീവിക്കണവരെയും ഓരോ കാര്യം അമ്മയോട് സംസാരിക്കണം. സംസാരിക്കേണ്ടത് അമ്മ വേറെ ഏതോ ലോകത്താണ്, ഞാൻ വേറെ ലോകത്താണ്, ഇവിടെയാണ് എന്ന് പറഞ്ഞില്ല സംസാരിക്കേണ്ടത്. അമ്മ കൂടെ നിൽക്കുക എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ അമ്മയോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഒന്നുമില്ലായ്മയിൽ കാര്യമാണ് പറഞ്ഞത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പച്ചവെള്ളം ഉണ്ടെങ്കിൽ അതിനെ വീഞ്ഞാക്കി തീർക്കും അമ്മ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് കോളേജിൽ നിന്ന് പോകുമ്പോൾ കോളേജിൽ പോകുന്ന വഴിക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി അവിടെ അന്നൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണ്. മമ്മൂട്ടിയൊക്കെ കാണണമെങ്കിൽ വലിയ ഭാഗ്യമാണെന്നാണ് വിചാരിച്ചിരിക്കണം അന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിള്ളേർ പറയും, കോളേജിൽ പറയും, അത് ഷൂട്ടിംഗ് നടക്കേണ്ട അവിടെ, ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അവിടെ പോയി നമുക്ക് നോക്കാം, കോപ്പാട ജംഗ്ഷനിലാണ് ഷൂട്ടിംഗ് നടക്കണമെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഓടും. ഒരു 5-8 പേര് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ് കാണാൻ പോയി. അവിടെ ഗേറ്റിലാണെങ്കിൽ സെക്യൂരിറ്റി നിൽക്കും. ആ വീടാണെങ്കിൽ വലിയ വീടാണ്. അവിടെ കൊച്ചിയിൽ വലിയ വീടാണ്. അത് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് മമ്മൂട്ടി ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ ഞാൻ നോക്കുന്നത് ഞങ്ങളുടെ വീട്, അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീടെന്ന് പറഞ്ഞാൽ ദൈവം തന്നത് ഒരു ആസ്പെറ്റോസ് ഇട്ട് ഒറ്റ മുറിയുള്ള വീടാണ്. മഴ വന്നു കഴിഞ്ഞാൽ മുട്ടിപ്പ് വരെ മഴ നിൽക്കും. എനിക്ക് ഓർമ്മയുണ്ട്, രാത്രി നേരത്ത് ഞങ്ങൾ 4 പേര്, അമ്മയും അച്ഛനും ഞാനും അനിയത്തിയും കൂടി കട്ടിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. കാലത്തെ പവർ കട്ടാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കൊച്ചി പാണ്ടിക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കണം. അവിടെ ഇപ്പോൾ വെള്ളം നിൽക്കേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ പണ്ട് മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം നിൽക്കും, രാത്രിയൊക്കെ വെള്ളം നിൽക്കും. പിന്നെ കാലത്താകുമ്പോഴത് പോകുന്ന. പ്രൈസ് ദി ലോർഡ്. പിന്നെ എടുത്ത് കളയും, വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കോരിക്കളയും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ വീട് സ്വപ്നത്തിൽ കാണുന്ന വീട് പോലെയാണ്. വലിയ വീടാണ്, ഒരു 1/2 ഏക്കർ കൂടുതൽ ഉണ്ട്, വലിയ വീടാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് എപ്പോഴും നമുക്ക് അമ്മയുടെ വിചാരം ഉണ്ടാകണം. ഈ ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കണ്ണ് തുറക്കില്ല, പക്ഷേ ഇച്ചിരി ഓർമ്മ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തപ്പി നോക്കും അടുത്ത അമ്മയുണ്ടാകുന്ന. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം കേട്ടോ. എല്ലാ കാര്യത്തിലും അമ്മ അടുത്തുണ്ടാ പോയാന്ന്. അപ്പോൾ ഞാൻ ആ വീടിങ്ങനെ ഷൂട്ടിങ് തിരക്ക് ക്യാമറയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വീട് നല്ല വീടാണ്, എനിക്കൊന്ന് തന്നൂടെ, ഈ ഒരു വീട് തന്നൂടെ. ഞാൻ ചോദിക്കുന്ന സമയം പോക്കറ്റിൽ 10 പൈസയില്ല. 1 രൂപ നടന്നു പോവും കോളേജിൽ ഇരുന്ന്. കോളേജിൽ ഒന്ന് ഇൻ്റർവെൽ എനിക്ക് ബ്രേക്ക് വിടുന്ന സമയത്ത് ഞാൻ കൂട്ടുകാരുടെ കൂടെ പോകില്ല. അവരെന്തെങ്കിലും ഇന്ന് വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ വാങ്ങിച്ചു കൊടുക്കണം, കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. അപ്പോൾ ആ അവസ്ഥയിലാണ് ഞാൻ അമ്മയോട് പറയണത്, ഫീസ് കൊടുക്കാൻ കാശില്ലാതെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വില്ലേജ് ഓഫീസിൽ ഇരുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അത് ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ അവസ്ഥയിലാണ് ഞാൻ അമ്മയോട് പറയുന്നത്, അമ്മ എനിക്ക് ഇതുപോലത്തെ ഒരു വീട് കിട്ടിയാൽ കൊള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് പറഞ്ഞെങ്കിലും അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. മക്കൾ അമ്മ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും കടയിൽ കൂടി പോകുമ്പോൾ അമ്മ ഇതെനിക്ക് വേണം, ഇതും വേണം, അതും വേണമെന്ന് പറഞ്ഞു ചോദിക്കില്ലേ. അപ്പോൾ അമ്മയ്ക്കറിയാം ഞാനത് ചോദിച്ചത് ഹൃദയത്തിരുന്നാണ്. കിട്ടുക കിട്ടില്ല എന്നുള്ളതൊന്നുമില്ല. അമ്മയോട് പറഞ്ഞ ഒരു സമാധാനം, എനിക്ക് ഈ വീട് കൊള്ളാം. പക്ഷേ അമ്മയോടുള്ള നമ്മളെ വിശ്വാസം ഇതുപോലെ ആയിരിക്കണം, ബുദ്ധി കൊണ്ടില്ല. പലവരും ഇപ്പോൾ ഇന്നലെ എന്നെ ഒരു ചേച്ചി എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടിയിട്ട്, എനിക്കൊന്ന് തമിഴ് പത്രത്തിൽ ഇരുന്ന് നമ്പർ കിട്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ കോയമ്പത്തൂരായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രദർ വിജയകുമാർ ബ്രദറാണ് അത് എന്ന് ഞാൻ പറഞ്ഞ്, ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ട്യൂബ് കൂടിയാണ് ഭക്ഷണം കഴിക്കണത്. അത് കുറേ ദിവസമായി ട്യൂബിൽ കൂടി ഭക്ഷണം കഴിച്ചിട്ട് അവിടെയൊക്കെ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്. ആ ട്യൂബ് ഊറാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ട്യൂബ് ഊറാനില്ല, ഈ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഉടനെ ആ ചേച്ചി പറഞ്ഞ്, ബ്രദർ
അസുഖം മാറില്ല കേട്ടാ, അത് ഇങ്ങോട്ട് പറയുക, അസുഖം മാറില്ല, ട്യൂബ് ആ അസുഖം മാറില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ. പക്ഷെ വായി കൂടി ഭക്ഷണം കഴിച്ചാൽ മതി, എണിച്ചൊന്നും നടക്കില്ല, ഭർത്താവ് നടക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുക ഇതാണ് വിശ്വാസം. നമ്മൾ തന്നെ അങ്ങോട്ട് വിധിക്കുകയാണ്, എൻ്റെ ജീവിതം ഇത് തന്നെയാണ്. പിന്നെ അമ്മയുടെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടും. എനിക്ക് കടമുണ്ട്. നമ്മളൊക്കെ അമ്മയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കണേ, ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ, എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്, ദൈവമേ പലിശ അടയ്ക്കാനുള്ള കാശ് തന്നാൽ മതി. അതാണ് നമ്മളെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം, നമ്മളുടെ എല്ലാം പ്രശ്നം അതാ. 10 ലക്ഷം ദൈവത്തെ കൊണ്ട് സാധിക്കില്ല. പലിശയെങ്കിലും ഒരു 10,000 രൂപ മാസം കിട്ടിയാൽ ആ പലിശ അടച്ച് അങ്ങോട്ട് തീർക്കാം. അതാ വിശ്വാസം. ദൈവത്തോടുള്ള ഒരു ബോധ്യം, ദൈവത്തെ വളരെ ചെറുതായിട്ട് നമ്മുടെ ലെവലിൽ കാണുക, ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും നമുക്ക് കണക്കിട്ട് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും തന്നാൽ വലിയ കാര്യം. ദൈവത്തെ മനുഷ്യരായിട്ട് കാണുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചോദിക്കുമ്പോൾ 10 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്, ദൈവമേ നീ മഹത്വപ്പെടണം. 10 ലക്ഷം രൂപ ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കണം, ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നത് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ എനിക്ക് ആകെ കൂടി ശമ്പളം 6,000 രൂപ ഉണ്ട്, വീടിന് വാടക 3,000 രൂപ കൊടുക്കും, പിന്നെ വല്ലവരും സഹായിച്ച് ഈ പ്രശ്നമാണ്, പിന്നെ എവിടെ ഇരുന്ന് കാശ് കൊടുക്കാനാണെന്ന് നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് ഉറപ്പിച്ച് വയ്ക്കുക. നമ്മളെ കാര്യങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ആ ലെവലിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ മാസത്ത് ഇങ്ങനെയല്ല. പലവരും എന്നോട് കൗൺസിലിങ്ങിന് വരും, ബ്രദറെ ഈ മാസത്തെ പലിശ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാൻ കാശ് എവിടെ ഇരുന്ന് കിട്ടണേ, പലിശ. അപ്പോൾ ഞാൻ ചോദിക്കുക കടം എത്രയാണ്? പ്രൈസ് ദി ലോർഡ്. അത് പറയും 5 ലക്ഷം രൂപയുണ്ട്. അവർക്ക് പലിശ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ചോദിക്കും പലിശ എന്തിനാ? ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ കടം മൊത്തം തീർത്തത് നിങ്ങൾക്ക് ഒരു സ്വന്തം വീടും വെക്കണമെന്ന് നിങ്ങൾ എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ആലോചിക്കണം അവർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. നമ്മൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകണം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിൽ വ്യത്യാസം ഉണ്ടാകണം, നമ്മൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകണം, ദൈവത്തെ കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാകണം. ഞാൻ അമ്മയോട് അന്ന് ചോദിച്ചാൽ അമ്മ എപ്പോഴും അമ്മ ഇങ്ങനെ തപ്പി നോക്കണം, അമ്മയെക്കുറിച്ച് ആലോചിച്ചാൽ മതി. എപ്പോൾ പോയാലും ഏത് വാക്കിലും വർത്തമാനത്തിലും അമ്മ മാതാവിനെ കുറിച്ച് സംസാരിക്കണം. അമ്മ നന്ദി, കൊള്ളാം കേട്ടാ, കാലെവിടെയും മുട്ടിയാ കൊള്ളാം, ചെറുതായിട്ട് മുട്ടി കേട്ടാ, വേദനിക്കുന്നുണ്ട് കേട്ടാ. പ്രൈസ് ദി ലോർഡ്. മനസ്സുകൊണ്ടെങ്കിലും അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പഠിക്കണം. ആ രീതിയിലേക്ക് വന്നു നമ്മളെല്ലാവരും. ആ രീതി മാറിക്കഴിയുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മൾ അറിയാതെ തന്നെ ഒരാളിങ്ങനെ കൈപിടിച്ച് നടക്കും, അമ്മ മാതാവ് നടക്കും. നമുക്ക് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ച അമ്മയോട്, അമ്മ എനിക്ക് ഈ വീട് കിട്ടിയാൽ കൊള്ളാം. ഇത് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മ മറന്നുപോകും, ചില കാര്യങ്ങൾ നമ്മ ചോദിക്കുന്നത് മറന്നുപോകും. നമ്മ തൃപ്തിപ്പെടും, നമ്മ ചില കാര്യങ്ങൾ ചോദിച്ച് തൃപ്തിപ്പെടും. നമ്മ 5 അപ്പം ചോദിച്ച് ഒരപ്പം കിട്ടിയാൽ നമ്മ തൃപ്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അമ്മ മനസ്സിൽ സൂക്ഷിക്കും ഈ കാര്യങ്ങൾ. അത് നമുക്ക് അമ്മയോട് അതുപോലെ അടുപ്പവും അതുപോലെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ സാധിച്ച ഉറപ്പ് പറയാം, അമ്മ ഒരിക്കലും അത് മറന്നു പോകില്ല. എനിക്ക് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടി തന്നെ ഒന്നുമില്ലായ്മ എന്നെ അമ്മ എൻ്റെ ബിസിനസ്, ഞാൻ സാധാരണ എനിക്ക് 300 രൂപ ശമ്പളത്തിന് ഞാൻ ജോലിക്ക് കയറിയത്, അത് 400 രൂപ ശമ്പളമാക്കി. പിന്നെ അത് കഴിഞ്ഞ് കുറേ ബിസിനസ്, അതൊക്കെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് തന്നെ ഞാൻ ഈ കാര്യം മാത്രം പറയുക. പിന്നെ എനിക്കൊരു വേറെ വീട് ഞാൻ വാങ്ങിച്ച്, ഒരു വീട് ആദ്യം കിട്ടി, അത് ചെറിയ വീടാണ്. പിന്നെ ബിസിനസ് വളർന്നപ്പോഴത്തേക്കും ആ വീട് വേണ്ട, കുറച്ചുകൂടി വലിയ വീടിലേക്ക് മാറാമെന്ന് പറഞ്ഞ് വേറെ വീടും വാങ്ങിച്ച്. ഞാൻ ചോദിച്ച വീട് ആരെയാണെന്ന് വെച്ചാൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ആൾക്കാരാണ്. കൊച്ചിയിൽ അതുപോലത്തെ വീടുമില്ല, അത്രയും വലിയ വീടാണ്. അത് ചോയ്സ് ഗ്രൂപ്പുകാരുടെ, അവന്യൂ റീജൻറ്റുകാരുടെ തറവാടാണ്. അത് അവരൊരിക്കലും വിൽക്കേണ്ട സാഹചര്യമില്ല.
അവരും ഇതുപോലത്തെ അത് ഒരിക്കലും അവരുടെ തറവാട് അവർക്ക് വിൽക്കേണ്ട കാര്യമില്ല, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അമ്മ നമുക്ക് വേണ്ടി ഇത് ചെറിയ കാര്യങ്ങൾ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ചോദിച്ചത് ചെറുതാണെങ്കിൽ അതിന് വേണ്ടി കുറേ അങ്ങോട്ട് ജോലി എടുക്കും. അമ്മ എന്ത് ചെയ്തത്, ചോയ്സുകാരിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ബ്രോക്കർ വന്നിട്ട് പറഞ്ഞ്, ഒരു വീട് വന്നിട്ടുണ്ട്, വെറുതെ വന്ന് കണ്ടോ. ഞാൻ പറഞ്ഞ വീട് ഞങ്ങൾ വാങ്ങിച്ചല്ലോ, ഇനി മതി. എന്തിനാ? ഇല്ല, ഒരു വീടുണ്ട്, വെറുതെ ഒന്ന് വന്ന് കാണാൻ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ അയാളുടെ ബൈക്കിൽ കൂടി ബാക്കിൽ കയറി അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ നേരെ ഈ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഊട്ടി അലക്സാണ്ടറാണ് അതിൻ്റെ ഓണർ, എൻ ഏജൻറ്റ്. അങ്ങേരെ എന്നോട് പറഞ്ഞ്, ഞങ്ങൾക്കൊരു അത്യാവശ്യം കുറച്ച് കാശ് ആവശ്യമുണ്ട്, ഇത് എടുക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ചക്കകത്ത് പൈസ തന്നാൽ ഈ വീട് ഞാൻ തരാമെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അന്ന് എനിക്ക് ഓർമ്മ വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നോട് ചോദിച്ചത് നീ ഇന്ന് എനിക്ക് സാധിച്ചു തന്ന്. ഞാൻ അന്ന് അതുമാത്രമല്ല, അയാൾ ചോദിച്ച കാശ് കൊടുക്കാനുള്ള കാശും എൻ്റെ കയ്യിൽ അമ്മ ഉണ്ടാക്കി തന്നിരുന്നു. ആ വീട് തന്നെ എനിക്ക് കിട്ടി, ഇന്നും ആ വീട് തന്നെ എൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ മാതാവിൻ്റെ രീതി ഇതാ. ഇവിടെ ഇത് സ്ട്രോം ഉണ്ടായിരുന്നല്ലോ, അതിനെന്താ പറയുക, മഴയും കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ വെള്ളം കയറിയായിരുന്നല്ലോ, ഫ്ലഡ് എന്താ പറയുക, പ്രളയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ തമിഴും മലയാളവും കൂടി പറഞ്ഞ് അങ്ങോട്ട് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇവിടെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരും, ഇവിടുത്തെ ശുശ്രൂഷനാണ് അയാൾ, രതീഷ് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാകുന്നറിയില്ല ഈ കൂട്ടത്തിൽ. രതീഷ് എൻ്റെ സ്പീച്ചൊക്കെ എപ്പോഴും വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രതീഷ് എന്നോട് വന്ന് പറഞ്ഞ്, ഞാൻ വീട് ലോൺ എടുത്തിരുന്ന്, ലോണിൻ്റെ കാശ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടാൻ എൻ്റെ കയ്യിൽ അടുത്ത മാസത്തെ കാശ് എൻ്റെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത മാസത്തെ കാശില്ല. ഞാൻ അമ്മയോട്, അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ്, എക്സ്ട്രാ ഒരു കൊന്ത ചൊല്ലിക്കോ. പ്രാർത്ഥിക്കുന്ന ഒരു മാസം മുമ്പേ പറഞ്ഞതാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അടുത്ത മാസം പ്രളയം ഉണ്ടായി അങ്ങോട്ട്. ഇയാളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ഇവിടെ ഗവൺമെൻറ് ഫണ്ട് വന്നായിരുന്നു, ഫണ്ട് റിലീസ് ചെയ്തതായിരുന്നു. എന്തോ ഇവർക്ക് 2 നമ്പറുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാളുടെ അച്ഛനും അവിടെ നമ്പർ കൊടുത്തിരുന്ന്, ഇയാളും അയാളുടെ പേര് കൊടുത്തിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പൈസ പെൻഡിങ് ആകുമ്പോഴത്തേക്കും 20,000 രൂപ ഇവരുടെ അക്കൗണ്ടിൽ കയറി. പ്രൈസ് ദി ലോർഡ്. തമാശ എന്താണെന്ന് വെച്ചാൽ, ഇയാൾ കഴിഞ്ഞ മാസമാണ് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞ്, കൊന്തയും ചൊല്ലി ഒരു കൊന്ത എക്സ്ട്രാ എന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞ്, എനിക്ക് അടുത്ത മാസത്തെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് കെട്ടാൻ ബാങ്കിൽ കെട്ടാൻ ഇല്ല, അതിന് പകരം 10,000-ന് പകരം 20,000 രൂപ കിട്ടി. എന്നിട്ട് ഗവൺമെൻറ് ഓർഡർ ഇട്ട് 6 മാസത്തേക്ക് ആരും ഇനി പൈസ കെട്ടണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രളയം മൊത്തം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രതീഷിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ അമ്മ. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വഭാവം ഇതാ. അന്ന് അത്രയും കോടീശ്വരനായി ഇരുന്ന ഈ ഇവരുടെ വലിയ സ്ഥാപനത്തിന് അവർക്കൊരു ടൈറ്റ് വരാൻ കാര്യം എന്താ? 8 കൊല്ലം മുമ്പേ ഞാൻ പറഞ്ഞ അമ്മയെ എനിക്ക് ഈ വീട് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അതിന് അമ്മ ക്രമീകരിക്കുക. അമ്മയുടെ രീതി ഇതാ. നമ്മ ചിലപ്പോൾ ചെറിയ ഇതൊക്കെ സംഭവിക്കുക, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ ചോദിക്കില്ല. ചോദിക്കുമ്പോൾ തന്നെ ആ ചേച്ചി ചോദിച്ച പോലെ, ബ്രദറെ അസുഖം മാറില്ല കേട്ടോ, ഡോക്ടർ പറഞ്ഞ് ഇത് മാത്രം ഒന്ന് മാറ്റി തന്നാൽ മതി. 10 ലക്ഷം രൂപ കടമുണ്ട്, കടം തീരെയൊന്നുമില്ല, പലിശ കൊടുക്കാനുള്ള കാശ് കിട്ടിയാൽ മതി. ഇതാണ് നമ്മളെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണം. ദൈവത്തിൻ്റെ രീതി, ദൈവം ഒരു കാര്യം, ദൈവം ഇടപെടുന്ന രീതി മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ഫോർമുലയാണ്. നമ്മൾ ഏതെങ്കിലും കാര്യം ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിന് വിശ്വാസം വേണം. അതാണ് ദൈവം പറയണത്. മാർക്കോസ് 11:23
24. അത് തമിഴിൽ ഈ വചനം ഒന്ന് വായിച്ചോട്ടെ. ഞങ്ങൾ ഈ പ്രാവശ്യം തൊട്ട് ഞാൻ ഇവിടെ വചനം പറയുമ്പോഴത്തേക്കും ആ വചനം ഇവിടെ തമിഴ്ക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ തമിഴിൽ ആ വചനം വായിക്കും. മാർക്ക് 11:23-24. உறுதியாக உங்களுக்கு சொல்கிறேன், எவராவது இந்த மலையை பார்த்து பெயர்ந்து கடலில் விழு என தம் உள்ளத்தில் ஐயம் எதுவும் இன்றி நம்பிக்கையுடன் கூறினால் அவர் சொன்னவாறே நடக்கும். ஆகவே உங்களுக்கு சொல்கிறேன், நீங்கள் இறைவனிடம் வேண்டும் பொழுது எவற்றையெல்லாம் கேட்பீர்களோ அவற்றை பெற்றுவிட்டீர்கள் என நம்புங்கள். நீங்கள் கேட்டபடியே நடக்கும். പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ എന്തെങ്കിലും ദൈവത്തോട് ചോദിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ചോദിക്കണം. വിശ്വാസം എങ്ങനത്തെ വിശ്വാസമാണ്? ചോദിക്കുമ്പോൾ തന്നെ അത് കിട്ടിയെന്നുള്ള ഒരു ബോധ്യത്തിൽ വേണം ചോദിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലവരും ഇതാണ് നമ്മളെ സബ്ജക്റ്റ് എന്ന് വെച്ചോ. നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ബിസിനസ്സാണ് ആവശ്യം. നിങ്ങൾക്ക് ബിസിനസ് എന്താ? ഒരു ബേക്കറി നടത്താനോ ഇല്ലെങ്കിൽ ചെറിയ തോതിലൊരു ബിസിനസ്, ഒരു മാസം ഒരു 10,000 ഇല്ല 20,000 രൂപ ഇല്ല 50,000 രൂപ കിട്ടുന്ന ബിസിനസ് ആണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ദൈവം എന്താ പറയണത്? അത് ചോദിക്കുമ്പോൾ അത് കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കുക അത് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് 10,000 രൂപ വരുമാനം ഉള്ളപ്പോഴാണ് 10,000 രൂപ തികയണില്ല, എനിക്കൊരു 20,000 രൂപ കിട്ടണമെന്നാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ടെക്നിക്കാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. 1, 2, 3, 4 പ്രാവശ്യം ട്രൈ ചെയ്ത് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രം മതി, റിസൾട്ട് കിട്ടിക്കോളും ഉറപ്പായിട്ട്. ട്രൈ ചെയ്യണം അത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്കൊരു 10,000 രൂപ വരുമാനമുണ്ട്. ദൈവത്തോട് നമ്മൾ പറയുകയാണ്, എനിക്ക് 20,000 രൂപ കിട്ടുന്ന ഒരു ബിസിനസ് വേണം, ഇല്ല വരുമാനം വേണം, ഇല്ല പ്രൊമോഷൻ വേണം. അപ്പോൾ ദൈവം ചെയ്യുന്നത്, അതുപോലെ മകൾക്ക് ഇപ്പോൾ 29 വയസ്സായി, പെട്ടെന്ന് ഇപ്പം തന്നെ കല്യാണം നടക്കണം. എന്നിട്ട് വീട് ആകെ ചെറിയ വീടാണ്. മഴ വരുമ്പോഴത്തേക്കും ചോർച്ചയുണ്ട്, ഓടിലൊക്കെ ചോർച്ചയാണ്. ഇതൊന്ന് വാർക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ രീതി എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും വലുത് ചോദിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ചെറുത് ദൈവം നമ്മളോട് ചോദിക്കും. അഡ്വാൻസായിട്ട് ചെറിയ വിശ്വാസം നമ്മളെ കയ്യിൽ നിന്ന് ചോദിക്കും. എന്നിട്ട് നോക്കും, നീ നിലനിൽക്കേണ്ട, വിശ്വാസത്തിൽ നിൽക്കേണ്ട ഇല്ലയാന്ന്. പ്ലീസ് ദി ലോർഡ്. ഇതൊരു മെത്തേഡാണ്. നിങ്ങളൊരു ചെറിയ വീടാണ്, ഓടിട്ട വീട്ടിലാണ് താമസിക്കണത്, അത് ബാങ്കിൽ ലോണാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്ക് വലിയ വീട് വേണമെന്ന് പറയുമ്പോഴത്തേക്കും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 1 മാസത്തിനകത്ത് ബാങ്ക് വന്നത് ജപ്തി ചെയ്തിട്ട് പോകും. പ്ലീസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ മെത്തേഡാണ് അത്. മകൾക്ക് 29 വയസ്സായി, കല്യാണം ആയിട്ടില്ല. 26 വയസ്സിൽ കല്യാണം നടത്തണം. 3 കൊല്ലമായിട്ട് നോക്കിയിട്ട് നടക്കണില്ല. അപ്പോഴാണ് ചെക്കൻ വരുമ്പോഴത്തേക്ക് മുഖത്ത് പെട്ടെന്ന് സംഭവിക്കണം, മുഖത്തൊക്കെ കറുത്ത പാടും ഒരുമാതിരി മുഖമെല്ലാമായി, സ്കിന്നിലൊക്കെ ചൊരിച്ചിലുമായി. അങ്ങനത്തെ കേസൊക്കെ വരാറുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് 29 വയസ്സായി, ഇല്ല 30 വയസ്സായി, ചെക്കനെ കിട്ടണില്ല. പക്ഷെ അതിൻ്റെ കൂടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അവസ്ഥയും കൂടി, അപ്പോൾ പ്രശ്നമായി. ഇല്ലെങ്കിൽ മകൾ വന്നിട്ട് അങ്ങോട്ട് പറയുക, ഞാൻ ഈ ജന്മത്തിൽ കല്യാണം കഴിക്കില്ല, എനിക്ക് കല്യാണം വേണ്ട. പ്രശ്നമായ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ കാര്യം ദൈവം നമ്മളെ കയ്യിൽ നിന്ന് ചോദിക്കും.
ദൈവം അത് ചോദിച്ചത്, അത് അവിടെ 5000 പേര് ഇരുന്നപ്പോൾ, 5000 കുടുംബങ്ങളായിരുന്നപ്പോൾ യേശുക്രിസ്തു ഫിലിപ്പിൻ്റെ കയ്യിൽ ചോദിച്ചത്, നിൻ്റെ കയ്യിൽ എത്ര അപ്പം ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങേര് പറഞ്ഞ ഒരു പയ്യൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 6-ാം അധ്യായത്തിലത്. യേശുക്രിസ്തു പറഞ്ഞത്, അത് വേണ്ട, അത് വെച്ച് എന്തുണ്ടാക്കാനാ, അത് വെച്ച് ഒന്നും സാധിക്കില്ലെന്നൊന്നും പറഞ്ഞില്ല, അതിങ്ങോട്ട് താന്ന് പറഞ്ഞാൽ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ രീതി ഇങ്ങനെയാണ്. ദൈവം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് തന്നിട്ട് അത് നമ്മളെ കയ്യിൽ നിന്ന് ചെറിയ വിശ്വാസം വാങ്ങിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് വലിയ വിശ്വാസമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിലനിൽക്കേണ്ട, ദൈവത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ഇല്ല എന്ന് ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. എന്ത് തന്നെ സംഭവിച്ചോട്ടെ, നമ്മൾ പ്രാർത്ഥന വെച്ച്, പ്രാർത്ഥനയുടെ ഉത്തരം വെച്ച് ദൈവത്തെ അളന്ന് നോക്കരുത്. ദൈവത്തിനോട് നമ്മളോടുള്ള കരുതലിനെ നമ്മൾ പ്രാർത്ഥനയുടെ റിസൾട്ട് വെച്ചിട്ട്, നമുക്ക് കിട്ടുന്ന ഉത്തരം വെച്ചിട്ട് അളന്ന് നോക്കരുത്. പലവരും പ്രാർത്ഥന അങ്ങനെയാണ് ചൊല്ലുന്നത്. ഒരു വിഷയത്തെ ചൊല്ലി പ്രാർത്ഥിക്കും, അത് പ്രതികൂലമായിട്ട് നടന്നു കഴിയുമ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് നിർത്തും, സംശയമായി, പ്രശ്നമായി, പലവരോടും ഡിസ്കസ് ചെയ്യും. അത് കൃപയില്ലാത്തവരോട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക്, എടാ ഇവിടെ ഒന്നുമില്ല, അവിടെ ഒരാളുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അവിടെ കുറച്ച് വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പോയി, തീർന്ന. ഇത് പ്രോസസ്സാണ്. നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആവശ്യം വിശ്വാസമാണ്, വലിയ വിശ്വാസമാണ് ദൈവത്തിന് ആവശ്യം. അത് ദൈവം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ദൈവം മറഞ്ഞു കളയും, ഒളിഞ്ഞു മാറും അവിടെ നിന്ന്. ദൈവത്തിൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ വിശ്വാസം ദൈവം നോക്കും. യേശുക്രിസ്തുവോടും പിതാവ് അങ്ങനെയാണ് ചെയ്തത്. നമ്മളെ വിശ്വാസത്തിനെ പരിപൂർണതയിലേക്ക് എത്തിക്കും ദൈവം. പരിപൂർണതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റുക. നീ ചോദിക്കുന്നത് നിനക്ക് ലഭിച്ചു എന്ന് നമ്മൾ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസം പരിപൂർണതയിലുള്ള വിശ്വാസമായിരിക്കണം. യേശുക്രിസ്തുവിന് എപ്പോഴും കോൺഫിഡൻ്റ് ആയിരുന്നു, അങ്ങേക്ക് ഉറപ്പായിരുന്നു. ശിഷ്യന്മാരോട് യോഹന്നാൻ 16:32 ഈശോ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും, ശിഷ്യന്മാരെ കണ്ടിട്ട് പറയുക, നിങ്ങളെല്ലാവരും എന്നെ വിട്ടു പോകും, പക്ഷേ എൻ്റെ പിതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്നെ വിട്ട് പോകില്ല. അതൊന്ന് വായിച്ചേ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ മാസം ഹോംവർക്കാണ്. ഇത് ചെയ്തോ റിസൾട്ട് കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. இதோ காலம் வருகிறது, ஏன் வந்தே விட்டது, அப்பொழுது நீங்கள் சிதறடிக்கப்பட்டு ஒவ்வொருவரும் அவரவர் வீட்டுக்கு ஓடிப்போவீர்கள், என்னை தனியே விட்டு விடுவீர்கள். ஆயினும் நான் தனியாய் இருப்பதில்லை, தந்தை என்னோடு இருக்கிறார். പ്രൈസ് ദി ലോർഡ്. Praise the Lord. പിതാവ് എന്താ ചെയ്തത്? യേശുക്രിസ്തുവിടെ കയ്യിലുള്ള ആ ഒരു കോൺഫിഡൻസിനെ എടുത്ത്, ആ ഒരു ഉറപ്പ്, എൻ്റെ പിതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, ആരെല്ലാം വിട്ടുമാറിയാലും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ യേശുക്രിസ്തുവിടെ വിശ്വാസം, യേശുക്രിസ്തു വഴി നമ്മളെ പഠിപ്പിക്കുക, പിതാവ് പഠിപ്പിക്കുക, ദൈവം പഠിപ്പിക്കുക. വിശ്വാസം പരിപൂർണതയിലേക്ക് ദൈവത്തിൻ്റെ സിസ്റ്റം, മെത്തേഡ് ഇതാണ്. ഈ ഫോർമുലയാണ് ദൈവം യൂസ് ചെയ്യണത്. മാത്തമാറ്റിക്സോ ഇതെല്ലാം. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, കുരിശിൽ വെച്ചിട്ട് ഏറ്റവും അത്യാവശ്യം, അന്ന് യേശുക്രിസ്തു ഭൂമിയിലും ഇല്ല ആകാശത്തിലും ഇല്ല, ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം വിശ്വസിച്ച പിതാവിനെ അടുത്ത് ആഗ്രഹിക്കുക. ആ സമയത്താണ് പിതാവ് ഏറ്റവും അടുത്ത് ഉണ്ടാകേണ്ടത്. നമ്മളും പലപ്പോഴും എത്രയോ കാലമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ കുറേ കാലം ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കണേ? എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം ദൈവം കേൾക്കും. നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. യേശുക്രിസ്തു പ്രാർത്ഥിച്ചൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വിശ്വാസത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ഒരു ലെവല് വിശ്വാസമാണ്. അതെല്ലാം ഒരു 50%, 60% വിശ്വാസത്തിൽ നിൽക്കുക. പക്ഷേ ദൈവം ഒരു ദിവസം ദൈവം മറഞ്ഞു കളയും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെയാകും. അതാണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തിലെ
വിശ്വാസത്തെ 100% എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ചെയ്യണത്. കുരിശിൽ വെച്ച് പിതാവിനെ അന്വേഷിക്കുമ്പോഴത്തേക്ക് യേശു ക്രിസ്തു പിതാവിനെ കണ്ടില്ല. അതുകൊണ്ടാണ് മാർക്കോസ് 15:34 ഈശോ പറയണ, പിതാവേ നീ എവിടെ പോയി, നീ എന്നെ കൈവിട്ട് കളഞ്ഞ എന്ന് ചോദിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് പിതാവ് കുറച്ച് നേരത്തേക്ക് പിതാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിതാവ് ഒരിക്കലും വാക്ക് വ്യത്യാസം കാണിക്കില്ലേ. നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞു പോകില്ലെന്ന്. കണ്ണിൽ നിന്ന് മറഞ്ഞു പോകും, കണ്ണിൽ കാണില്ല. ചില സമയത്ത് നമുക്ക് ഉത്തരം ലഭിക്കാതെയാവും. ആ സമയത്ത് നമുക്ക് അടയാളങ്ങൾ കിട്ടാതെയാകും. ആ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്, ഇപ്പോൾ പിതാവ് നിൻ്റെ കൂടെ തന്നെ നിൽക്കുക, നിന്നെ ചുമന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അപ്പം ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റേജാണ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക, എൻ്റെ ആത്മാവിനെ നിന്നിൽ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടയാളങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇത് തന്നെയാണ്, ഞാൻ ഇതേ സമർപ്പിക്കുക, ഈ വിഷയത്തെയും എന്നെയും എല്ലാം സമർപ്പിക്കുക. എന്ത് സംഭവിച്ചാലും അത് ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ മെത്തേഡ് ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ആദ്യം ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, എനിക്ക് ബിസിനസ് ചെറുതായിട്ട് ഇങ്ങനെ ബിസിനസ് തന്ന് 400 രൂപ ശമ്പളം, പിന്നെ 1200, പിന്നെ സ്വന്തം ബിസിനസ് അമ്മ മാതാവിൽ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇതെല്ലാം ചോദിക്കും. 1200 രൂപ 1000 രൂപ തികച്ച് പോക്കറ്റിൽ ഇല്ലാത്തപ്പോഴാണ് എനിക്ക് കച്ചവടം വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ് തുടങ്ങണം. ഞാൻ ഏത് കമ്പനിയിൽ ജോലി ചെയ്തോ ആ ബിസിനസ് എനിക്കറിയാം, അത് കുറച്ചറിയാം. ഞാൻ അതുപോലത്തെ ബിസിനസ് ആഗ്രഹിച്ച ആ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ 1, 2, 3 കോടി രൂപ കയ്യിലുള്ളവർക്ക് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വലിയ ബിസിനസ്സാണ്. പക്ഷെ ആ ബിസിനസ് എനിക്ക് തന്നായിരുന്നു, കാശൊന്നും മുടക്കാതെ. അതിൻ്റെ സാക്ഷ്യം വരേണ്ട, പക്ഷേ ഞാൻ പറയുക, അതിൻ്റെ കാശൊന്നും മുടക്കാതെ ആ ബിസിനസ് എനിക്ക് തന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തന്ന് ഒന്നുമില്ലായ്മയിലിരുന്ന് ഒരു 10-25 ലക്ഷം രൂപ എനിക്ക് സമ്പാദിച്ചു തന്നു. അതിലിരുന്ന് എനിക്ക് സമ്പാദ്യം കിട്ടി. 25 ലക്ഷം രൂപ വരെ കിട്ടി. ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഒരു സ്വന്തം വീട് ഞാൻ വാങ്ങിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്ഥിരമായിട്ട്, അന്ന് എനിക്ക് കൃപാസനം അറിയില്ല. ഞാൻ അമ്മ മാതാവിനെ പ്രാർത്ഥിക്കണം. ഒന്നില്ലെങ്കിൽ നമ്മളെ ഫോർട്ട് കൊച്ചി ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്, അവിടെ, ഇല്ലെങ്കിൽ മറവക്കാട് വെളങ്ങണി പള്ളി വന്നാൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസവും തന്നെ ഞാൻ പള്ളി വരും. മിക്കവാറും ദിവസം തന്നെ വരും. ഏതെങ്കിലും 1-2 ദിവസം വിട്ടുപോയാലും ദിവസവും പള്ളി വന്നിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ അവിടെ വന്നിട്ട് ബൈബിൾ വായിച്ച്. അന്ന് എനിക്കിതൊന്നും അറിയില്ല. പെൻറ്റക്കോസ്റ്റോ കത്തോലിക്കോ സിരിയാനോ ക്രിസ്ത്യാനിയോ അങ്ങനെ ഒന്നും അറിയില്ല. എനിക്ക് ഈശോനെ പോലും അത്രയ്ക്കൊന്നും അറിയില്ല അന്ന്. അമ്മ മാതാവിനെ അറിയാം. അമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെ കാണുന്ന പോലെയാണ്. അതെന്തോ എനിക്ക് അമ്മയായിട്ട് അറ്റാച്ച്മെൻറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മ എവിടെ കണ്ടാലും അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുക. അങ്ങനെ ഞാൻ അവിടെ ദിവസം വരും. അപ്പോൾ ഇതെല്ലാം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മ തന്നെ ഈ ബിസിനസ് ഇതെല്ലാം എനിക്ക് അമ്മയാ തന്നതെന്നുള്ളൊരു നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, അവിടെ പോയി പരിചയമായ സുഹൃത്താണ്. അയാൾ എന്നോട് പറഞ്ഞ്, അടുത്ത പെരുന്നാൾ നടത്താൻ അവിടെ എന്തോ ഇടവക പള്ളിയായിട്ട് പ്രശ്നമായിരുന്നു. കുറേ കാര്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ പെരുന്നാളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കൊല്ലം പ്രശ്നമൊക്കെ തീർന്ന് അതിന് സ്പോൺസർ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ മാതാവിന് വേണ്ടിയിട്ടല്ലേ പള്ളിക്കകത്ത് വെച്ച് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് അമ്മ തന്നെ ചോദിപ്പിച്ചാന്ന് പറഞ്ഞ് ഞാൻ വലിയ സന്തോഷത്തോടെ ആരോട് പറയണം, ഞാൻ ഹൈന്ദവനാണ്, ഞാൻ ഇവിടെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇടവപ്പള്ളിയിലെ അച്ഛനുണ്ട്, അവിടെ ജോസച്ചൻ എന്ന് പറഞ്ഞ അന്ന് അച്ഛൻ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ ആര് വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം, സ്പോൺസർ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല, പേര് കൊടുത്തേക്കെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛോ എത്ര രൂപ ചിലവ് വരുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് 50,000 രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, അമ്മ മാതാവ് എനിക്ക് തന്നാൽ ഞാൻ തരാം, ഇപ്പം തന്നാന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അത് പെരുന്നാളിൻ്റെ സമയത്ത് അത് കണക്ക് വരുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്തേച്ചാൽ മതി എന്ന് പറഞ്ഞ്. ഇനി 8 മാസം ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാധാരണ അമ്മ മാതാവിനെ ഒരു നേർച്ചയും ഒരു സ്പോൺസർ ചെയ്ത് 50,000 രൂപ സ്പോൺസർ ചെയ്താൽ അമ്മ എന്താ പ്രതീക്ഷിക്കുക?
സാധാരണ രീതിയിൽ എല്ലാവരും എന്തിനാ അമ്മ മാതാവിന് എന്തെങ്കിലും കാര്യം, പള്ളിയിലത്തെ കാര്യമോ ഇല്ല പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയുള്ള ബിസിനസ് നന്നായണം. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളൊക്കെ തീരണം. ഇനിയും ഞാൻ നമ്പർ 1 വരണം. ഏറ്റവും ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടണമെങ്കിൽ ഒരു 15,000 20,000 രൂപ കിട്ടണം. അതിനാണ് കൈക്കൂലി കൊടുക്കുക അമ്മയ്ക്ക്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അങ്ങനെയാണ്. ഞാൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അമ്മ എനിക്ക് തന്നതാണ് കൊടുക്കുക എന്നുള്ളൊരു തോന്നലിൽ കൊടുത്തായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താ? ഓക്കെ, നമുക്ക് ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ല, കുറച്ചുകൂടി മെച്ചം ഉണ്ടാവുമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ രീതി, ദൈവം നമ്മളെ വലുതായിട്ട് അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ അനുഗ്രഹങ്ങൾ കാഴ്ച വെച്ച് കൊടുക്കണം ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ചെറിയ അനുഗ്രഹങ്ങൾ ദൈവത്തിന് അത് അഡ്വാൻസ് ആയിട്ട് കാഴ്ച വെച്ച് കൊടുക്കുമ്പോൾ അത് ദൈവം അത് വാങ്ങിച്ച് അതിന് പ്രോസസ്സ് ചെയ്യും. അതിന് റിപ്പയറൊക്കെ ചെയ്ത് ദൈവം നോക്കും. റിപ്പയർ ചെയ്ത് അതിന് വലിയ വിശ്വാസമാക്കി നമ്മളെ കയ്യിൽ തരും. അമ്മ മാതാവ് അതാ ചെയ്യണം. വലിയ വിശ്വാസമായിട്ട് തരുമ്പോൾ പിന്നെ ദൈവം പറഞ്ഞിട്ടുള്ള പോലെ മാർക്കോസ് 11:25 പറഞ്ഞ പോലെ, നീ ഇല്ല 23:24 പറഞ്ഞ പോലെ നിനക്ക് ലഭിച്ചെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കുന്നു, അപ്പോൾ നിനക്ക് കിട്ടും. നീ ചോദിക്കണതെല്ലാം കിട്ടും. നീ എന്ത് ചോദിച്ചാലും കിട്ടും. പക്ഷെ ചോദിക്കുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. എന്ത് വിശ്വാസമാണ്? നിനക്ക് ലഭിച്ചു കഴിഞ്ഞ്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ LKG UKG വിശ്വാസം വെച്ചൊന്നും പറ്റില്ല. ലഭിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മളെ വിശ്വാസത്തിനെ മോഡിഫൈ ചെയ്യണം, മാറ്റിയെടുക്കണം, വലുതാക്കണം ആ വിശ്വാസത്തിനെ. അതിൻ്റെ പ്രോസസ്സ് അമ്മ ചെയ്യും. അമ്മ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ വിശ്വാസത്തിനെ അങ്ങോട്ട് കാഴ്ചയായിട്ട് എടുത്തിട്ട് അമ്മ മാതാവ് ഒരു ടെസ്റ്റ് വയ്ക്കും. അത് കഴിഞ്ഞ് അതിനെ വലുതാക്കി തരും. എന്നിട്ട് നമ്മൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുവരെ എനിക്ക് ബിസിനസ് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു 50,000 രൂപ മാസം കിട്ടുമായിരുന്നു. 50 രൂപ 60 രൂപ 40 രൂപ ആ റേഞ്ചിൽ 50 രൂപ കുറയാതെ എനിക്ക് മാസം കിട്ടുമായിരുന്നു. എനിക്കത് വലുതാണ്. 1,200 രൂപ ശമ്പളത്തിനുണ്ടായിരുന്ന ഞാൻ സ്വന്തം കച്ചവടത്തിൽ എനിക്ക് മാസം 50 രൂപ 60 രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അന്നാണ് ഞാനിത് സ്പോൺസർ നേർച്ച എടുത്തിട്ട് പോന്ന് അവിടെ പേര് എഴുതി കൊടുത്ത് വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു ദിവസം അന്നൊക്കെ ഫാക്സാണ്. അപ്പോൾ ഓഫീസിൽ അന്ന് മെയിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഫാക്സ് തന്നെ. ഇത് 2000-ൻ്റെ കാര്യം ഞാൻ പറയണം. 2001 2000 ആ കാലഘട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഫാക്സ് എൻ്റെ ഓഫീസിലേക്ക് വന്ന് 65 ലക്ഷം രൂപ നാളെ തന്നെ തിരിച്ചടയ്ക്കണം ഗവൺമെൻറ്. എൻ്റെ ഗവൺമെൻറ് കോൺട്രാക്റ്റ് ബിസിനസ്സാണ്. 65 ലക്ഷം രൂപ അടച്ചില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ പുറത്ത് കേസ് എടുക്കും, ക്രിമിനൽ കേസ് എടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഗവൺമെൻറ്റിന് പലചരക്ക് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സാണ്. ഹോൾസെയിലായിട്ട് മുളക്, പയർ അതുപോലെ ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യണതാണ്. അപ്പോൾ ഇത് എനിക്ക് എതിരായിട്ടുള്ള സപ്ലൈസ് കുറച്ച് ഉദ്യോഗസ്ഥന്മാരോട് ചേർന്നുകൊണ്ട് എതിരായിട്ട് പ്രവർത്തിച്ചതാണ്. എൻ്റെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് റിജക്റ്റ് ആക്കിയിട്ട് അതിനൊരു കണക്കിട്ടിട്ട് 65 ലക്ഷം രൂപ കെട്ടണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആകെ കൂടി ഒരു 4-5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത് 25 ലക്ഷം രൂപയാണ്. അതിൽ 2 ലക്ഷം രൂപ ബാങ്കിൻ്റെ ലോണും ഉണ്ട്, ഒരു വീടും വാങ്ങിച്ച്. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ 35 ലക്ഷം രൂപ ഞാൻ തിരിച്ച് കെട്ടണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്കിതുപോലെ സംഭവിക്കും. നമ്മൾ ദൈവമായിട്ട് അടുക്കുമ്പോൾ നമ്മളെ ചെറിയ വിശ്വാസം വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം. നമുക്ക് തോന്നും ദൈവമൊന്നുമില്ല, ഇതൊക്കെ വെറുതെയായിരുന്നു, ഇത്രയും കൊല്ലം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞ് നമ്മൾ തെറ്റാ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ തോന്നിക്കും. അതില്ല കേട്ടോ. ഇത് ദൈവത്തിൻ്റെ മെത്തേഡാണ്, ദൈവത്തിൻ്റെ ക്രമീകരിക്കുന്ന രീതിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ചെറിയ വിശ്വാസത്തിനെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിനെ വലുതാക്കി തരുന്ന പ്രക്രിയയായത്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്താണ് പലവരും വിശ്വാസം വിട്ടുപോവുക. ചിലവർ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കും. ചിലർ വിചാരിക്കും ജീവിതം തന്നെ തൊലഞ്ഞ് ഇതോടെ എല്ലാം പോയി, ഞാൻ തെറ്റാ ചെയ്തത്, ഈ ദൈവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറിക്കളയും. യേശുക്രിസ്തുവോടും പലവരും ശിഷ്യന്മാർ അന്ന് കൂടെ എല്ലാ അടയാളങ്ങളും കണ്ടവർ പോലും വചനം
അവർക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് പറ്റില്ല ഈ വചനമൊക്കെ പാലിക്കാൻ, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് പോലും യേശുക്രിസ്തു എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും. കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ് ദൈവം ചോദ്യം ചോദിക്കുക, നീയും എന്നെ വിട്ടുപോകുന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മളോടും ചോദ്യം ചോദിക്കും, ഇത്രയും കാലം നീ എന്നോട് പ്രാർത്ഥിച്ചല്ലേ, പലതും ചെറിയ ചെറിയ അടയാളങ്ങൾ നീ കണ്ടതല്ലേ, ഇപ്പോൾ നീ എന്നെ വിട്ടു പോകുന്ന. നിനക്ക് ഉത്തരം ഇപ്പോൾ ലഭിക്കാത്ത സമയമാണ്, നിനക്ക് എന്നെ കാണാൻ പറ്റാത്ത സമയമാണ്, നീ എന്നെ വിട്ടു പോകുന്ന. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞത് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവണം. യോഹന്നാൻ 6:67 ഞാൻ നിന്നെ വിട്ടുപോകില്ല ദൈവമേ, ഞാൻ നിന്നെ വിട്ടുപോകില്ല. ജീവൻ നൽകുന്ന വചനം നിൻ്റെ അടുത്ത് മാത്രമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് പറയാൻ പറ്റിയ, വചനത്തെ നമ്മൾ സ്നേഹിക്കാൻ പറയാൻ പറ്റിയ അമ്മ മാതാവ് അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും. എൻ്റെ മകൻ എൻ്റെ വചനത്തെ വിട്ടു പോകണില്ല, എൻ്റെ മകനെ വിട്ടു പോകാത്ത മകനാണ്, എൻ്റെ സ്വന്തം മകനാണെന്ന് അമ്മ ഏറ്റെടുക്കുക നമ്മളെ. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വന്തമായി തീരും അമ്മ. പ്രൈസ് ദി ലോർഡ്. ഞാനും ഇതുപോലെ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അമ്മയുടെ മുമ്പിൽ പോയി ഇരുന്ന് നമുക്കിതുപോലെ ഒരു അവസ്ഥ വരും, എന്ത് ചെയ്യണം, എവിടെ പോകണം, ഇതിനെന്താ ഉത്തരം എന്ന് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ.